പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. വീരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേളുവാശീശുന്ന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ ഈ കുടുംബത്തിൽ ആഗ്രഹമായിരിക്കുന്നു. ഞങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഡീക്കൻ അനൂപിനെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. വർഷങ്ങളായുള്ള ഞങ്ങളുടെ പ്രതീക്ഷയും അനൂപിന്റെ പ്രാർത്ഥനയും എല്ലാം സഫലമാകുന്ന ഈ ദിവസങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനൂപിനെ ഏൽപ്പിക്കുന്ന വലിയ ദൗത്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിന്റെ ചൈതന്യത്തിലുടനീളം ജീവിക്കുവാനും വേണ്ട കൃപ അവൻ നൽകുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കർത്താവെ, ഇത് എത്ര നാളത്തേക്കെന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ
അതിൽ 1% അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പന്റൈൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിന്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാര്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കുടുംബത്തെ സംബന്ധിച്ച്, എന്തിനേറെ നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപ്രദമായ 1-2 ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒന്ന്, നമുക്കറിയാം, ക്രിസ്മസ് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഡീക്കൻ അനൂപ് ഇതാ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. പൗരോഹിത്യത്തിന് വിവിധങ്ങളായ ധർമ്മങ്ങളുണ്ട്. പഠിപ്പിക്കുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുക മുതലായവ ദൗത്യങ്ങളാണ്. തീർച്ചയായിട്ടും പൗരോഹിത്യത്തിന്റെ ധർമ്മങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നല്ല ഒരു പുരോഹിതനായി ജീവിക്കുക, നല്ലൊരു സന്യാസ പുരോഹിതനായി ജീവിക്കുക എന്നുള്ളതാണ് അനൂപിനെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ളത് എന്ന് കർത്താവ് കണ്ടതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് MCBS സഭയിലേക്ക് തന്നെ പോയി ചേർന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവാകുന്നത്. ഇത് ദൈവവിളിയാണ്. തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാം, അതിലേറെ തമ്പുരാന് നന്ദി പറയാം. എല്ലാ വീടിനും എല്ലായ്പ്പോഴും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല ഒരു പുരോഹിതൻ ഉണ്ടാവുക എന്നുള്ളത്. എല്ലാ നാടിനും എല്ലായ്പ്പോഴും കിട്ടുന്ന ഒരു അനുഗ്രഹവുമല്ല ഒരു പുരോഹിതൻ ഉണ്ടാവുക എന്നുള്ളത്. വർഷങ്ങളായുള്ള പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് ഈ പൗരോഹിത്യം അഥവാ ഈ പുരോഹിതൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ലഭിച്ചത് ഇന്ന് ഈ കുടുംബത്തിനാണ് എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കരുതാം. തമ്പുരാൻ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ അനുഗ്രഹം അവർക്ക് ലഭിച്ചത്. നമുക്കറിയാം, ഒരിക്കലും 1 വർഷത്തെയോ 2 വർഷത്തെയോ പഠനങ്ങളല്ല ഇതിന് പിന്നിലുള്ളത്. വർഷങ്ങളായുള്ള പഠനങ്ങളുണ്ട്. ഒരുപക്ഷെ സെമിനാരി ചേർന്ന് അന്നു മുതൽ ഇവന്റെ മാതാപിതാക്കന്മാർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അവരുടെ പ്രാർത്ഥനയും ഒക്കെ. ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. പണ്ട് ഞാനും ഇതുപോലെ സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തില് സാധനം മേടിക്കാൻ കടയിൽ പോയപ്പോൾ ഒരമ്മച്ചി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവവിളിക്ക് വേണ്ടി പഠിക്കുകയാണല്ലേ എന്നാണ് അമ്മച്ചി എന്നോട് ചോദിച്ചത്. സെമിനാരി പഠിക്കുന്ന എന്നോട് അച്ഛനാകാൻ പഠിക്കുകയാണ് എന്നല്ല ചോദിച്ചത്, ദൈവവിളിക്ക് വേണ്ടി പഠിക്കുകയാണല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 11-12 വർഷങ്ങളായിട്ട് ദൈവവിളിക്ക് വേണ്ടി പഠിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു അനൂപും അനൂപിന്റെ കുടുംബവും. അത് നാളെ തമ്പുരാൻ ആ ദൈവവിളി പൂർണ്ണമായും പൗരോഹിത്യത്തിലൂടെ, പൗരോഹിത്യമാകുന്ന വലിയ ദാനത്തിലൂടെ, വലിയ കക്ര നൽകിക്കൊണ്ട്, നാണയം നൽകിക്കൊണ്ട് ഇവനെ അനുഗ്രഹിക്കുകയാണ്. തുടർന്നും ഈ പൗരോഹിത്യത്തിൽ അവൻ ജീവിക്കണം, വളരണം, പഠിക്കണം. അതിനുവേണ്ട അനുഗ്രഹത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു കർമ്മമല്ല. പകരം ഇതിനൊരു വർഷത്തെ ഒരു ചരിത്രങ്ങളുണ്ട്. 12 വർഷത്തെ പഠനത്തിന്റെ ചരിത്രമുണ്ട്. ഇനി തുടർന്നുള്ള കാലഘട്ടം കൂടെ മരണം വരെയുള്ള ഒരു ജീവിതമായിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഡൈവേഴ്സ് എന്നുള്ള പരിപാടി, എന്തെങ്കിലും നിർബന്ധം കത്തോലിക്ക സഭയിൽ അങ്ങനെ പരിപാടിയില്ല, എങ്കിലും ഡൈവേഴ്സ് എന്നൊരു പ്രതിവിധി എങ്കിലും ചിന്തിക്കാം. പക്ഷേ പൗരോഹിത്യ ജീവിതത്തിൽ അങ്ങനെ ഒരു ഡൈവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയും, പൗരോഹിത്യം എന്ന് പറയുന്നത് അനൂപിനെ സംബന്ധിച്ച് അവന്റെ വിവാഹത്തിന്റെ ദിവസം കൂടിയാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹപ്രദമായ ജീവിതമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ അവന് ഇടവരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ നാട് മുഴുവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നിന്റെ മാതാപിതാക്കന്മാരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന സഫലമായി മാറട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ കാലഘട്ടത്തിലും തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ അടിസ്ഥിതമായ ജീവിതം നയിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കുടുംബത്തെ ഓർത്തും കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്തും നമുക്കറിയാം, ഒരു പുരോഹിതൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന പോലെ ജീവിച്ചാൽ പോരാ ഇവരുടെ മാതാപിതാക്കന്മാർ. ഒരാൾ സെമിനാരിയിൽ പോരുമ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കന്മാരും അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതാണ്. ഇനി പുരോഹിതനാകുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ നാട് മുഴുവൻ എപ്പോഴും പറയണം, അനൂപ് എന്ന് പറയുന്ന അച്ഛന്റെ അപ്പനാണ്, അനൂപ് എന്ന് പറയുന്ന അച്ഛന്റെ അമ്മയാണ് എന്ന് പറയത്തക്ക വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ദൗത്യം കൂടെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും അതിനനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കും കടപ്പാടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും, സഹോദരനും സഹോദരിക്കും, സഹോദരന്റെ അളിയനും, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും, ഇവരായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും, ഈ കുടുംബത്തിനുമൊക്കെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഒരു കാര്യം കൂടെ ഓർത്തു പോവുകയാണ്. നമ്മുടെ അമ്മച്ചി ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രായമായിട്ട് വയ്യാതെ കിടന്നിട്ട് അമ്മച്ചി, മച്ച മലയാളത്തിൽ പറഞ്ഞില്ല, എന്തുകൊണ്ട് മരിച്ചു പോകുന്നില്ല, മരിക്കാറായി കിടക്കുകയാണ്, എന്തുകൊണ്ട് പലപ്പോഴും കൂടുതലായിട്ട് വരും, പിന്നെയും കുഴപ്പമില്ലാതിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ഈ കർമ്മം അമ്മ കാണുന്നതിന് വേണ്ടി അമ്മയെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, ജീവിതകാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അമ്മയും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ദൈവം ഇവന് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി ഈ നാടിന് വേണ്ടി, അല്ലെങ്കിൽ ഈ സഭയ്ക്ക് വേണ്ടി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, ക്രൈസ്തവർക്ക്, നമുക്ക് എല്ലാവർക്കും വേണ്ടി വൈദികനാകുന്ന നമുക്ക് ഇവനെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ സമാപനാശീർവാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം.
കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് ഈ കുടുംബത്തെയും അനൂപിനെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ കാലഘട്ടം മുഴുവൻ പൗരോഹിത്യ സ്വീകരണത്തിന്റെ കാലഘട്ടമാണ്. ധാരാളം പുരോഹിതര് സഭയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. കർത്താവെ, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ മകനെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കഴുകി ശുദ്ധമാക്കുന്ന ഹൃദയത്തോടും വെടിപ്പാക്കോടെ മനസാക്ഷിയോടും കൂടി നിന്റെ മദ്ബഹായിൽ പ്രവേശിച്ച വിശുദ്ധ ബലി അർപ്പിക്കുവാൻ വേണ്ട കൃപ ഇവന് നൽകണമേ. ഹൃദയം നൈർമല്യത്തോടെ സൂക്ഷിക്കുവാനും തെറ്റായ ജീവിത രീതികൾ ഉണ്ടെങ്കിൽ പിന്തിരിയുവാനും വേണ്ട കൃപ ഇവന് നൽകുകയും ചെയ്യണമേ. പൗരോഹിത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൃത്യമായി വളർത്തിയെടുക്കുവാനും അങ്ങനെ നാടിനും സമൂഹത്തിനും ഇടവകയ്ക്കും സഭയ്ക്കും ഒക്കെ അനുയോജ്യമായി ജീവൻ നയിക്കുവാൻ ഈ അനൂപിനെ നീ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, നീയാണ് പുരോഹിതരുടെ രാജ്ഞി, നീയാണ് പുരോഹിതരുടെ സംരക്ഷക. ഞങ്ങൾ ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഈ മകനെ കാഴ്ചയർപ്പിക്കുന്നു. നീയാകുന്ന നിന്റെ നീലമേലങ്കി കൊണ്ട് ഇവനെ സംരക്ഷിക്കണമേ, പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കുടുംബത്തിന് ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് നീ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന തമ്പുരാനെ, ഇതാ നിന്റെ ഉത്തരം ഇതാ ഇവനിലൂടെ ഞങ്ങൾക്ക് ഈ നാടിന് ലഭിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നു ചേർന്ന് പരിശുദ്ധ അമ്മയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളുമാകുന്നു, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ തമ്പുരാനെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എത്രയും ദയവുള്ള മാതാവേ, മാതാവേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരിലും, പ്രത്യേകിച്ച് പട്ടം സ്വീകരിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട ഡീക്കൻ അനൂപിന്റെ മേലും ഈ കുടുംബത്തിന്റെ മേലും അവന്റെ മാതാപിതാക്കന്മാരുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പം തന്നെ അനൂപിന്റെ നിന്ന് സ്തുതി വാങ്ങിക്കും.
അത് മലരായി കാക്കണം. അഭിഷേകം ചെയ്തു അരുമയായി തീർത്തു അവിടത്തെ ദാസനായി ചേർത്തണച്ചു. പരമോന്നതമാം കൃപയുടെ വേദിയിൽ കൃപയുടെ കാവലും നീയേകി. പരമോന്നതമാം കൃപയുടെ വേദിയിൽ കൃപയുടെ കാവലും നീയേകി. ബലിയേകിടാനും ബലിയായിടാനും ബലമേകണേ തമ്പുരാനേ. ബലിയേകിടാനും ബലിയായിടാനും ബലമേകണേ തമ്പുരാനേ.
നിത്യപുരോഹിതനാ നിന്റെ വിളി കേട്ടു. നാദങ്ങളേറെ ഞാൻ പിന്തുടർന്നു. നിത്യപുരോഹിതനാ നിന്റെ വിളി കേട്ടു. പാദങ്ങളേറെ ഞാൻ പിന്തുടർന്നു. തളരാതെന്നും നിൻ വിരൽ തുമ്പിനാൽ എന്നെ നയിച്ചെന്നും കാത്തിടണേ. നാഥ കാത്തിടണേ. ബലിയേകിടാനും ബലിയായിടാനും പട്ടം സ്വീകരിക്കുന്ന വൈദികാരെയും ഇടവകക്കാരെയും ബഹുമാനപ്പെട്ട മാസം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട പൗരക്ഷ, സ്നേഹബഹുമാനപ്പെട്ട ജനറൽ കൗൺസിലർ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും ശ്രദ്ധാകരമായ ബഹുമാനപ്പെട്ട ഡീക്കൻ അനുഭവങ്ങളിലാണ്. തോട്ടുവക്കര ഇടവകയെ കുറിച്ച് അല്ലെങ്കിൽ ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തിൻ്റെതായിട്ടുള്ള സമയമാണ് ഇന്നത്തെ ദിവസം. കുറെ നാളുകളായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ പരിശ്രമവും അധ്വാനവും ഒക്കെ സഫലമാകുന്ന സുന്ദര നിമിഷമാണ് ഈ പട്ടക്രമത്തിന്റെ നിമിഷം. ഡീക്കൻ അനൂപ് കരികാടിന്റെ പട്ടം കുറെ നാളുകളായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ കർമ്മത്തിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്തു. ഇടവകയെ സംബന്ധിച്ച് ഇത് രണ്ടാമത്തെ പട്ടമാണ്. കുരുവിടെ ശരിയച്ചന്റെ പട്ടം ആദ്യം നടന്നു. പള്ളി പണിതുകൊണ്ടിരുന്ന അവസാന ഘട്ടത്തിൽ കുരുവിടെ ശരിയച്ചന്റെ പട്ടം നടത്തി. ഇപ്പോൾ വീണ്ടും കരികാട് പട്ടത്തിന്റെ പട്ടം ഇപ്പോൾ നടക്കാൻ പോകും. കാലാകാലങ്ങളിൽ ദൈവം ഇടപെടുന്നതിന്റെ ലക്ഷണമാണ് അതാത് സ്ഥലങ്ങളിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് വൈദികരെ കൊണ്ടുവരിക എന്നുള്ളത്, ദൈവവിളികൾ നൽകുക എന്നുള്ളത്. ഇടവക കൂടുതൽ ദൈവവിളികളായി പ്രാർത്ഥിക്കാം, കൂടുതൽ ദൈവവിളികൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഓരോ പൗരോഹിത്യ സ്വീകരണ സമയവും ഓർത്തുകൊള്ളുക, അത് സഭ ശക്തപ്പെടുത്തുന്നതിന്റെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുക. കൂടുതൽ ദൈവവിളികൾ നമ്മുടെ ഇടവകയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ അഭിമന്യ പിതാവിനെ ഞാൻ ഈ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, തർക്കല രൂപത അധ്യക്ഷൻ രാജേന്ദ്രൻ പിതാവ് വളരെ സ്നേഹത്തോടെ ഈ ഇടവകയെ സംബന്ധിച്ച് പിതാവ് പക്ഷേ പുതുമയോടായിരിക്കാം. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചോ മറ്റുള്ളവരെ സംബന്ധിച്ചോ ഒന്നും പിതാവ് പുതുമയോടെ തീരുമാനം. കാരണം എല്ലാവർക്കും സുപരിചിതരാണ് അഭിമന്യ പിതാവ്. പട്ടക്രമം നൽകുവാനും പട്ടം നൽകുവാനും പൗരോഹിത്യത്തിലേക്ക് ഞങ്ങളുടെ ബ്രദറിനെ ഉയർത്തുവാനും മനസ്സ് കാണിക്കുന്ന ആ വലിയ മനസ്സിന് എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പട്ടക്രമത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പിതാവിനെ ഇടവക വികാരിയുടെ പേരിലും ഇടവക ജനത്തിന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ബ്രദർ MCBS സഭാംഗമാണ്. നമ്മുടെ സഭയിലെ സന്യാസ സംഭവമാണ് MCBS, ദിവ്യകാരുണ്യ മിഷണറി സഭ. തീർച്ചയായിട്ടും അതിന് പ്രൊഫഷണൽ നല്ല രീതിയിൽ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന സഭാംഗങ്ങളാണ് MCBS സഭാംഗങ്ങൾ. ആ സഭയിലാണ് പുതുതായി നമ്മുടെ മകൻ പട്ടം സ്വീകരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട പ്രൊഫഷണൽ ഫാദർ ഡോമിനിക് മുണ്ടനാണ് ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ നമ്മുടെ ഇടവകയിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്തു. ജനറൽ കൗൺസിലർ അച്ഛൻ ഫാദർ കുര്യാക്കോസ് മൂഞ്ഞലിസ് അച്ഛനെയും ഈ കർമ്മത്തിലേക്ക് ഇടവകയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട ഡീക്കൻ അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രം മുഴുവൻ.
നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അദ്ദേഹം. കുറെ നാളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരുങ്ങുന്നു. തീർച്ചയായും അദ്ദേഹം നല്ലൊരു പുരോഹിതനായി ജീവിക്കട്ടെ. MCB സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ. എന്തിനാണ്? കർത്താവിനെ പ്രഘോഷിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഇടവകയിലേക്ക് ഇടവകയുടെ മകനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികര് കുറേ പേര് ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും വരും. MCB സഭാംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സഭകളിൽപ്പെട്ടവരുണ്ട്, ഇടവക വൈദികരുണ്ട്, നമ്മുടെ മറ്റ് വികാരിമാരുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നമ്മുടെ ഈ പട്ടണത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, ദൈവജനം മുഴുവനും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവസാനമായി ഈ മകനെ ഈ സഭയ്ക്കും ക്രൈസ്തവ സഭയ്ക്കും പൗരോഹിത്യ ദാനത്തിലേക്ക് നൽകിയ നമ്മുടെ 2 മാതാപിതാക്കന്മാർ, ഇവരെ 2 പേരെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ദൈവത്തിന്റെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന കൂടുതൽ സഫലമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും ഈ പട്ടണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ മാതൃകയാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വൈദ്യുതി ശല്യം നോക്കിയാൽ അങ്ങയുടെ മുഖത്തിൽ നിന്നുള്ള ആ സംശാനം ചാക്കോ കരിങ്ങാട് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവായ യേശു മിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കത്തോലിക്ക വിശ്വാസം പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവരാണ് വൈദികർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് പുരോഹിതാർത്ഥി സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നു. അതോടൊപ്പം മാപ്പാപ്പയെയും തിരുസഭാ അധികാരികളെയും അവരുടെ പിൻഗാമികളെയും പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. ഈ വിശ്വാസ സത്യം അവസാന ശ്വാസം വരെ ജീവിക്കുവാൻ പ്രിയ സഹോദരനെ അനുഗ്രഹിക്കണമേ എന്ന് ഇരുന്നുകൊണ്ട് വിശ്വസ്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അയോഗ്യനായ ഞാൻ ശംശാന ചാക്കോ കരിങ്ങാട് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ ജോർജ് രാജേന്ദ്രൻ മെത്രാന്റെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം എന്ന് പറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച്
സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആദ്യത്തെ മെത്രാപ്പൊലീത്തായോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതി. വിധേയത്വത്തോടുകൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതി. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പുരോഹിതൻ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണ്. മുടിമുറിക്കൽ കർമ്മത്തിലൂടെ പൗരോഹിത്യം എന്ന ദൈവിക ദാനം സ്വീകരിക്കുന്നവൻ പാപത്തോടും ലോക ആഡംബരമോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും തിരുസഭാ മാതാവ് വൈദികാർത്ഥിയെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ ദൈവത്തിന്റെ സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. Praise
ദൈവികമായ ഒരു കർമ്മമാണ് പട്ടം നൽകൽ ശുശ്രൂഷ. ദൈവത്തിന്റെ അനന്തകാരുണ്യമാണ് ഇതിനായി മനുഷ്യനെ യോഗ്യനാക്കുന്നത്. തുടർന്ന് വരുന്ന ശ്ലോസയിൽ ഈ കുദാശ പരികർമ്മം ചെയ്യുവാൻ തന്നെ ശക്തനാക്കണമേ എന്ന് പരമകാരുണികനായ ദൈവത്തോട് അഭിവന്ദ പിതാവ് പ്രാർത്ഥിക്കുന്നു. മഹോന്നതവും ശ്രേഷ്ഠവുമായി കർമ്മം നിർവഹിക്കുവാൻ അഭിവന്ദ പിതാവിനെ ശക്തനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് കൃപാപൂർവ്വം ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ അങ്ങയുടെ ശക്തിയാൽ ബലഹീനരായ ഞങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയും നിസ്സാരരായ ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ച് കാത്തിരുന്നു. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെയും ആഹാരത്തെയും കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മയും പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാഗാനം. ദൈവിക ദൂതന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹോന്നത ദാനമാണ് ഒരു പുരോഹിതൻ പട്ടമേൽക്കുന്നതോടെ ഫലമേൽക്കുക. ദീർഘനാൾ കാത്തിരുന്ന ശേഷം കർത്താവിന്റെ ഭവനം ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ഭക്തന്റെ വികാരങ്ങളും ഹൃദയതൊടുക്കമാണ് ഈ തുടർന്ന് വരുന്ന ഗാനത്തിലൂടെ 84-ാം സങ്കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുക. ദേവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ട പുരോഹിതാർത്ഥിയെയും ദേവാലയത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി ഈ കീർത്തനം അനുസ്മരിപ്പിക്കുന്നു. Oh
സൈനികരുടെ ദൈവമായ കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അന്യസ്ഥലത്തായിരം ദിവസങ്ങളേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വാഗ്ദാനം നിർദ്ദേശിക്കുകയില്ല. സൈനികരുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ച് കാത്തിരുന്നു. വൈദികൻ ഭൂമിയുടെ ഉപ്പാണ്. ഉറനശിച്ചുപോയ ലോകത്തെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വഴി സ്നേഹചൈതന്യത്തിൽ നവീകരിക്കുവാനുള്ള ദൈവിക ധർമ്മത്തെ വ്യക്തമാക്കുന്നതാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാ ഗാനം. രാവും പകലും ദൈവതിരുമുമ്പിൽ കറകൂടാതെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഭൂമിയെ വിശദീകരിക്കുന്ന ഉപ്പായി മാറുവാൻ ഈ സഹോദരനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ മഹാപ്രഭുതനായ മിശിഹായെ, എന്റെ ആഗമനത്തോടുകൂടി സാദൃശ്യങ്ങളും ഉപകങ്ങളും ഇല്ലാതായി പഴയ ശുശ്രൂഷ ചെയ്തിരുന്ന ആബ്രഹാം വംശത്തിന്റെ പൗരോഹിത്യം അവസാനിക്കുകയും പാവങ്ങളും കടങ്ങളും മോചിക്കുന്നതിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു. സകലത്തിന്റെയും നാഥനായ കർത്താവേ, എന്റെ ദാസന്റെ മേൽ ആശീസ്സുകളും അനുഗ്രഹങ്ങളും വർഷിക്കണമെന്ന് നെടുവീർപ്പോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷത്തോടും വിശുദ്ധിയോടും കൂടെ നിന്റെ ബലിപീഠത്തിന് മുന്നിൽ നിന്നെ സ്തുതിക്കുവാനും നിന്റെ നാമത്തിന് സ്തുതിയും വച്ചയും ബലിയായി സമർപ്പിക്കുവാനും പൗരോഹിത്യ വരങ്ങൾ കൊണ്ട് ഈ ആളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവായ സകലത്തിന്റെയും നാഥ എന്നേക്കും. നമ്മുടെ ആരാധനാക്രമത്തിൽ ധൂപാർപ്പണം ദൈവത്തിനായുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും പ്രതീകമാണ്. ത്രിയേക ദൈവത്തിനായി തന്നെ തന്നെ സമർപ്പിച്ച് തന്റെ പുത്രനോട് പാപമാലിന്യങ്ങളിൽ നിന്നെല്ലാം ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ സഭാമാതാവ് ബോധിപ്പിക്കുകയാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാ ഗാനത്തിലൂടെ. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവേൻ.
സമാധാനം നമ്മോടുകൂടെ. അരൂപികളായ മാലാഖമാരുടെ ഗണങ്ങളാൽ അത്യധികം പ്രകീർത്തിക്കപ്പെടുന്നവനും കാവ്യന്മാരോടും ശ്രാവ്യന്മാരോടെയും സമൂഹങ്ങളാൽ ഇടപെടാതെ സ്തുതിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ വിനീതമായി യാചിക്കുന്നു. അങ്ങയുടെ അധികണത്തെ പടമത്തോടെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സത്യത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിത വിശുദ്ധിയുള്ള പുരോഹിതന്മാരുടെ ഗണത്തിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാനും സ്വർഗീയ സൗഭാഗ്യങ്ങളാൽ അലങ്കൃതനായി നിത്യം ആനന്ദിക്കുവാനും വേണ്ടി അങ്ങയുടെ ദാസൻ തീവ്രമായി ആഗ്രഹിക്കുന്ന പൗരോഹിത്യ പദവി കർത്താവേ ഇയാൾക്ക് നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കും. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. പരികർമ്മത്തിനു പാവിയനാം ദാസൻ നേടണേ
ചാർത്തി മാമോദിസ തൊട്ടിയും ബലിപീഠവും ചുംബിക്കുന്നു. ദൈവിക ജീവന്റെ ഉറവിടമായ വിശുദ്ധ മാമോദിസ പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിന് ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന പുരോഹിത കർത്തവ്യത്തെ അനുസ്മരിപ്പിക്കുവാനാണ് മാമോദിസ തൊട്ടി ചുംബിക്കുന്നത്. തിരുവൽത്താരയിൽ മനുഷ്യമക്കൾക്ക് വേണ്ടിയുള്ള മഹനീയമായ രക്ഷാകര രഹസ്യങ്ങളെ